എന്നെങ്കിലും തിരിച്ച് ഇന്ത്യയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ആ ഒരു ചോദ്യത്തിൽ കൃത്യമായിട്ടൊരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു NRI ആണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്ക് തിരിച്ചു പോകണമെന്ന് ഡെസ്പറേറ്റ് ആയിരിക്കുന്ന ഒരാളല്ല നിങ്ങൾ. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് അബ്രോഡ് സെറ്റിൽ ചെയ്ത ഒരാളുമല്ല നിങ്ങൾ. പക്ഷേ പുറത്തുള്ള രാജ്യത്തെ ജീവിതം കൃത്യമായിട്ടെല്ലാം വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. അവിടുത്തെ സിസ്റ്റം എല്ലാം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന പണമൊക്കെ പ്രെഡിക്റ്റബിൾ ആവുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അവിടെയുള്ള റൂൾസ് എല്ലാം നല്ല സെൻസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു കാര്യം അൺഫിനിഷ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇന്ത്യ നിങ്ങളെ തിരിച്ച് ഇമോഷണലി പുള്ള് ചെയ്യുന്നു. പക്ഷേ പ്രാക്ടിക്കാലിറ്റി നിങ്ങളിപ്പോൾ ജീവിക്കുന്ന രാജ്യത്തോട്ട് നിങ്ങളെ പുള്ള് ചെയ്യുകയും ചെയ്യുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. നിങ്ങൾ തന്നെ ശരിക്കും എവിടെയാണ് ബിലോങ് ചെയ്യുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാതെ. ഈ കൺഫ്യൂഷൻ ശരിക്കും ഒരു വീക്ക്നെസ് ഒന്നുമല്ല. അത് വളരെ റാഷണൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൻ്റെ പ്രവർത്തനമാണ്. കാരണം ഇന്ത്യയിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് വെറും ഒരു ലൊക്കേഷൻ ചേഞ്ച് മാത്രമല്ല. അത് നിങ്ങളുടെ കരിയർ ട്രജക്ടറി അഫക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരുടെ എഡ്യൂക്കേഷനെ അഫക്റ്റ് ചെയ്യും. നിങ്ങളുടെ ഹെൽത്ത് കെയറിനെ അഫക്റ്റ് ചെയ്യും. ലൈഫ് സ്റ്റൈൽ, അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പണവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യത്തിനും ഇത് അഫക്റ്റ് ചെയ്യും. സോ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് ഡിസൈഡ് ചെയ്യുക എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ ഫോഴ്സ് ചെയ്യിക്കാതെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്കിന്ന് സജസ്റ്റ് ചെയ്യാനുണ്ട്. നിങ്ങൾ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡിസൈഡ് ചെയ്യേണ്ട. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ 5 കാര്യങ്ങൾ ആദ്യം ചെയ്യുക. ഇത് നിങ്ങളെ ഫിനാൻഷ്യലിയും ഇമോഷണലിയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇവൻച്വലി നിങ്ങൾ ഇതിൽ ഏത് റൂട്ട് ചൂസ് ചെയ്താലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങളുമാണ്. ആദ്യം തന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് ആണ്. നിങ്ങളുടെ എബ്രോഡുള്ള പ്രോപ്പർട്ടി നിങ്ങൾ സെല്ല് ചെയ്യുക. ഇന്ത്യയിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുക. ഏതെങ്കിലും ഒരു രാജ്യത്തോട്ട് മുഴുവൻ പണം മൂവ് ചെയ്യുക. നമ്മൾ എന്തോ ഒരു വലിയ തീരുമാനം എടുത്ത ഒരു ആക്ഷൻ പോലെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അത് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കുറയ്ക്കും. നിങ്ങളുടെ അബ്രോഡുള്ള ഹൗസ് ഇപ്പോൾ തന്നെ സെല്ല് ചെയ്തിട്ട് ലേറ്റർ ഇന്ത്യയിൽ പോയി താമസിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ശരിക്കും വർക്ക്ഔട്ട് ആവുന്നില്ല എന്ന് റിയലൈസ് ചെയ്താൽ തിരികെ പോകുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ഇനി നിങ്ങൾ ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ഒരു സിറ്റിയിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് മൂവ് ചെയ്യണമെങ്കിലോ അതല്ലെങ്കിൽ വേറൊരു രാജ്യത്തോട്ട് നിങ്ങൾ പോകണമെങ്കിലോ പോലും അവിടെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ ആ ഒരു കൺഫ്യൂസ്ഡ് ഫേസിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഒരു കൺവിക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും മുന്നേ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ആക്കി ഇടാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വാങ്ങിക്കുന്നതിന് പകരം റെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സെല്ല് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതൊന്ന് പോസ് ചെയ്യുക. സമയം നമ്മുടെ മുന്നിലേക്ക് കൂടുതൽ ക്ലാരിറ്റി കൊണ്ടുതരട്ടെ. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ പണം നമ്മളത് മൊബൈലാക്കി കീപ്പ് ചെയ്യുക. കറൻസി അവെയർ ആയിരിക്കുക. ഈ കാര്യങ്ങളാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്. ഒരുപാട് NRIസും ഈ കറൻസി കൺവേർഷനെ വളരെ കാഷ്വലി കാണുന്നതായിട്ട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ചില ആളുകൾ അവരുടെ കയ്യിലുള്ളതെല്ലാം റുപ്പിയായിട്ട് കൺവേർട്ട് ചെയ്യും. അതിന് അവർ പറയുന്ന കാരണം ഇവൻച്വലി നമ്മൾ തിരിച്ചു പോകാനുള്ളതല്ലേ എന്നായിരിക്കും. ഇനി ചില ആളുകൾ കയ്യിൽ കിട്ടുന്ന എല്ലാം എബ്രോഡ് തന്നെ കീപ്പ് ചെയ്യും. എന്നിട്ട് അവർ പറയുന്ന ന്യായം ചിലപ്പോൾ ഇന്ത്യ വളരെ അൺസർട്ടൺ ആണ്, ഇന്ത്യയിൽ എനിക്ക് അങ്ങനെ വലിയ ഹോപ്പ് ഒന്നുമില്ല എന്നായിരിക്കാം. പക്ഷേ ഇത് രണ്ടും അസംഷൻസ് ആണ്. കുറച്ചും കൂടെ സ്മാർട്ടർ ആയിട്ടുള്ള അപ്രോച്ച് ഏതാണ്? ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുക വിത്ത് മൊബിലിറ്റി. നമ്മുടെ ഒരു പോർഷൻ ഓഫ് വെൽത്ത് നമ്മൾ എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്? ഏതെങ്കിലും സ്ട്രോങ് കറൻസിയിൽ പാർക്ക് ചെയ്ത് വെക്കുക. അതിനോടൊപ്പം നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഫണ്ട്സ് റിപ്പാട്രിയബിൾ ആണ് എന്നും ഉറപ്പുവരുത്തുക. റിപ്പാട്രിയബിൾ എന്ന് പറഞ്ഞാൽ ഏത് സമയവും നമ്മൾ ജീവിക്കുന്ന രാജ്യത്തോട്ട് മാറ്റാൻ പറ്റുന്ന തരത്തിൽ ആയിരിക്കണം ആ പണം ഇരിക്കുന്നതും. നമ്മുടെ പണത്തിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത് എങ്ങോട്ടൊക്കെയാണ് എന്നും എങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല എന്നുമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്കിപ്പോൾ തോന്നുന്ന ഈ ഒരു കൺഫ്യൂഷൻ കൂടുതൽ സ്ട്രെസ്ഫുൾ ആകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മുടെയൊക്കെ ഫൈനാൻസസ് അല്ലെങ്കിൽ നമ്മുടെ പണം ഏതെങ്കിലും ഒരു ജോഗ്രഫിയിൽ ലോക്ക് ചെയ്തിരിക്കുകയും നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ആ ജോഗ്രഫിയിൽ നിന്നും മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴുമാണ്. അത് വളരെ സ്ട്രെസ്ഫുൾ ആയിരിക്കും എന്ന് ചിന്തിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മൾ ഇന്ത്യയുടെ ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പക്ഷേ ഇമോഷണലി ഒരുപാട് കമ്മിറ്റ് ചെയ്യാതിരിക്കും. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാനിത് പറയുന്നത് ഇന്ത്യയിലോട്ടാണോ അല്ലയോ എന്നുള്ള കാര്യം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളാണെന്ന് ആദ്യം തന്നെ പറഞ്ഞു. അതല്ല, ഇന്ത്യയിലേക്ക് പോകാനായിട്ട് തീർച്ചപ്പെടുത്തിയിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസിഷൻ എടുക്കാം. ഇന്ത്യ ഒരു മോശം രാജ്യമാണെന്നോ നിങ്ങളാരും അങ്ങോട്ട് മൂവ് ചെയ്തതോ എന്നൊന്നും അല്ല ഞാനിവിടെ പറയുന്നത്. കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാണ് നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവർക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള NRIs ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും. കാരണം അവർക്കറിയില്ല അവർ എന്നാണ് എവിടെയാണ് പോയി സെറ്റിൽ ചെയ്യാൻ പോകുന്നതെന്ന്. മാത്രമല്ല അവർ ടാക്സസിനെ പറ്റിയും പേപ്പർ വർക്കിനെ പറ്റിയും ഫെമ റൂൾസിനെ പറ്റിയും കംപ്ലയൻസിനെ പറ്റിയും ഒക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കും. ഇത് ഒരു എക്സ്ട്രീം. ഇനി വേറൊരു എക്സ്ട്രീം NRIs എന്താണ് ചെയ്യുന്നത്? അവർ അഗ്രസീവായിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഒന്നിൽ ഇന്ത്യയിൽ ഏതെങ്കിലുമൊക്കെ റിയൽ എസ്റ്റേറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കൈ കിട്ടുന്ന പണം എല്ലാം ഇന്ത്യയിൽ ഏതെങ്കിലും ബാങ്കിലോട്ട് ഇന്ത്യൻ റുപ്പിയായിട്ട് മാറ്റിയിടും. ചിലപ്പോൾ അവരുടെ ലൈഫിൽ മുന്നോട്ടെടുക്കാൻ പോകുന്ന പ്ലാനുകളൊന്നും ഇതുമായിട്ട് അലൈൻ ചെയ്ത് ആയിരിക്കില്ല അവർ ഭാവിയിൽ ചിലപ്പോൾ റിഗ്രറ്റ് ചെയ്തേക്കാം. ഈ രണ്ട് അപ്രോച്ചും അൺസർട്ടനിറ്റിയിലാണ് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അവിടെ ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കുക. റിട്ടേൺ ചെയ്യുന്നതിനെ പറ്റി, അതായത് ഇന്ത്യയിലേക്ക് റിട്ടേൺ ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ അൺഷുവർ ആണ് എങ്കിൽ ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റിലേക്ക് നിങ്ങളുടെ പണം മുഴുവൻ ടൈ ചെയ്ത് വെക്കുക എന്ന് പറയുന്നതോ ഒരുപാട് നാളത്തേക്ക് ലോക്കിൻ ചെയ്ത് വെച്ചിരിക്കുന്ന തരത്തിൽ പണം ഇടുന്ന തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ റുപ്പി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ നമ്മുടെ ഭാവിയിൽ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്തേക്കാം. പക്ഷേ ഇതിന് മറ്റൊരു എക്സ്ട്രീം കൂടെ ഉണ്ട്. നമ്മൾ ഈ കാര്യത്തിനൊക്കെ പേടിച്ചിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ പണവും നമ്മൾ എബ്രോഡ് തന്നെ കീപ്പ് ചെയ്യുകയാണ് എങ്കിൽ, എന്നിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്ത്യയിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്തയോടെ ഉണ്ട് എങ്കിൽ, ഇത് വേറൊരു തരത്തിലുള്ള റിഗ്രറ്റ് ആയിരിക്കും നമുക്ക് തരാൻ പോകുന്നത്.
അയ്യോ ഞാൻ ഇന്ത്യയുടെ ഗ്രോത്ത് എല്ലാം മിസ് ഔട്ട് ചെയ്തു പോയല്ലോ എന്നുള്ളൊരു ഫീലിംഗ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം മാത്രം ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുക. അങ്ങനെ ഒരു ക്ലാരിറ്റി കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കാൻ ശ്രമിക്കണം. നമുക്ക് ഇന്ത്യയിലെ ഗ്രോത്തിൽ എക്സ്പോഷർ കിട്ടണമെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യാം? നമുക്ക് ഇന്ത്യയുടെ ഗ്രോത്ത് നമുക്ക് കിട്ടണം. പക്ഷേ നമ്മളെ മുഴുവനായിട്ട് ഇന്ത്യയുടെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിലേക്ക് ലോക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അടുത്ത വർഷമോ 5 വർഷത്തിനുള്ളിൽ തന്നെ തിരിച്ചു വന്നാൽ മാത്രമേ ഇതിന് ബെനിഫിറ്റ് കിട്ടൂ എന്നുള്ള തരത്തിൽ നമ്മളെ പെർമനൻ്റ്ലി ലോക്ക് ചെയ്യുന്ന സിസ്റ്റത്തിലൊന്നും നമ്മൾ പോയി തലവെക്കരുത്. ഒരു തരത്തിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റും നമ്മളെ പുഷ് ചെയ്യാൻ പാടില്ല. നമ്മൾ നാളെ നമ്മുടെ മൈൻഡ് മാറിയാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കരുത് നമ്മളെ പുഷ് ചെയ്ത് നമ്മൾ ജീവിക്കേണ്ട സ്ഥലം തീരുമാനിക്കുന്നത്. ഇന്ന് ഒരുപാട് NRIs നമ്മുടെ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് സിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് റൂട്ട് ചൂസ് ചെയ്യാറുണ്ട്. അവർക്ക് ഇന്ത്യയുടെ ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റും ചെയ്യണം, അതേസമയം അവർക്ക് ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ ഒരു ഓഫ് ഷോർ ഇൻവെസ്റ്റ്മെന്റ് റെഗുലേറ്ററി ഫ്രെയിംവർക്കാണ്. ഹോങ്കോങ്, സിംഗപ്പൂർ ഒക്കെ പോലെ ബിലോങ് പോലത്തെ പ്ലാറ്റ്ഫോംസ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ആക്സസ് തരുന്ന ഓപ്ഷൻസിൽ ഒരു എക്സാമ്പിൾ ആണ്. USD അതായത് US$ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സും ഫുള്ളി റിപ്പാട്രിയബിളും IFSCയുടെ റെഗുലേഷന്റെ അണ്ടറിൽ വരുന്നതും അതിനോടൊപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്നതുമായിട്ടുള്ള പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് NRIസിന് ഇതുവഴി ഈസിലി ചെയ്യാമെന്ന് മാത്രമല്ല കോംപ്ലക്സ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് സെറ്റപ്പുകളൊന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. മാത്രമല്ല ഈ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അസ്യൂം ചെയ്യുന്നില്ല നാളെ നിങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത്. ചുരുക്കി പറഞ്ഞ 2 വള്ളത്തിൽ കാല് ചവിട്ടുന്നത് പോലെ തന്നെ നിങ്ങളെ ഇതെങ്ങും ലോക്ക് ആക്കുന്നില്ല. ഈ ഇന്ത്യ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ വേറൊരു പ്രത്യേകത എന്താണ്? ഇത് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ്. ഇന്ത്യയിൽ ടാക്സ് ഫ്രീ ആണ് ഫോർ NRIs. അപ്പോൾ ചില ആളുകൾ അവരെവിടെ ജീവിക്കും എന്നുള്ള കാര്യത്തിൽ അൺഷുവർ ആണ് എങ്കിൽ പലതരത്തിലുള്ള ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ വേണം. ഈ ഓപ്ഷനാലിറ്റി വളരെയധികം മാറ്റർ ചെയ്യുന്ന കാര്യമാണ്. സിമ്പിൾ ലാംഗ്വേജ് പറഞ്ഞാൽ ഇന്ത്യയുടെ ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അത് NRI ആണെങ്കിലും നാട്ടിൽ ജീവിക്കുന്നവരാണെങ്കിലും ഇന്ത്യയുടെ ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ മെൻ്റലിയോ ഫിനാൻഷ്യലിയോ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നില്ല എങ്കിൽ പോലും ഇന്ത്യയുടെ ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ മുന്നിൽ വേണം. ഞാനിപ്പോൾ പറഞ്ഞത് ആ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. താല്പര്യമുണ്ട് എങ്കിൽ അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. 4ാമത് നമ്മളെല്ലാം വിട്ടുമാറി നിൽക്കേണ്ടത് ഇമോഷണൽ ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഡിസിഷൻസിൽ നിന്നാണ്. ഈ റിയൽ എസ്റ്റേറ്റിൽ ഉണ്ടാവുന്ന ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് വരുന്ന കൺഫ്യൂഷനാണ് ഏറ്റവും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രശ്നമായിട്ട് NRIസിന് വരുന്നത്. ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി കുറച്ച് പൈസ ഉണ്ടാക്കി തുടങ്ങിയ അപ്പോൾ തന്നെ ഇന്ത്യയിൽ ഒരു വീട് വയ്ക്കും, അതല്ലെങ്കിൽ കുറേ സ്ഥലം വാങ്ങിക്കും. ഇതിന്റെ കാരണമായിട്ട് പറയുന്നത് പാരൻസ് പറഞ്ഞു നിങ്ങൾക്ക് ലൈഫിൽ സ്റ്റെബിലിറ്റി വേണമെന്ന്. അതല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നത് കേട്ടു സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും ഒക്കെ വില കൂടും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു വീട് വാങ്ങിക്കാമെന്ന്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് 4 പേരെ കാണിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീടും സ്ഥലവും വാങ്ങിക്കുന്നവരും ഉണ്ട്. പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ലൈഫിൽ ശരിക്കുള്ള കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത്. ആ സിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് സൂട്ട് ആവില്ല, കുട്ടികളെ ചേർത്ത സ്കൂൾ ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല, നിങ്ങളുടെ ജോബ് ചിലപ്പോൾ മാറിയെന്ന് വരാം. എന്നിട്ട് ആ പ്രോപ്പർട്ടി നിങ്ങൾ വിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വളരെ സ്ലോ ആണ്, ഇല്ലിക്വിഡ് ആണ്, മെൻ്റലി ഡ്രെയിനിങ്ങുമാണ്. അപ്പോൾ നിങ്ങൾ അൺഷുവർ ആണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും ലിക്വിഡായിട്ട് തന്നെ ഇരിക്കട്ടെ. എന്തിനാണ് അതിനിങ്ങനെ ലോക്ക് ചെയ്യുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എടുക്കാൻ പറ്റുന്ന ലൈഫ് സ്റ്റൈൽ ഡിസിഷൻസ് പോലും ഫ്ലെക്സിബിളായിട്ട് നിങ്ങൾ വെക്കാൻ ശ്രമിക്കൂ. എന്തിനാണ് ഇതിനെയൊക്കെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്? പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് ആ ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം വരാനുള്ളതാണ്, അതല്ലാതെ അതിന് മുമ്പ് വരാനുള്ളതല്ല. മേളിൽ പറഞ്ഞ ഒരു കാരണങ്ങളും അങ്ങനെ ചാടി കയറി ഒരു ഡിസിഷൻ എടുക്കാനും മാത്രം വൃത്തിയല്ല എന്ന് മനസ്സിലാക്കുക. ഇനി 5ാമത്തെ കാര്യം, നിങ്ങളുടെ ഫിനാൻസ് നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ട എങ്ങനെയാണ്? ഒരു അസംഷൻ മാത്രം മനസ്സിൽ വയ്ക്കുക, എൻ്റെ എല്ലാ പ്ലാനുകളും മുന്നോട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ള ഒരു അസംഷൻ. നമ്മളിൽ പല ആളുകളും ഈ ഫിനാൻഷ്യൽ പ്ലാൻ ഒക്കെ എടുക്കുമ്പോൾ അതെല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുന്നത്. നമ്മൾ നേരെ പുറത്ത് പോകുന്നു, അവിടെ സെറ്റിൽ ആവുന്നു, അതല്ലെങ്കിൽ നേരെ അവിടെ ചെല്ലുന്നു, കുറച്ച് നാൾ ജോലി ചെയ്യുന്നു, എത്രയും പെട്ടെന്ന് തിരികെ വരുന്നു, നാട്ടിൽ സെറ്റിൽ ആവുന്നു. പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ളതും നമുക്ക് പരിചയമുള്ളതും നമ്മുടേതാണെങ്കിൽ പോലും ഏതൊരു NRIയുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും അങ്ങനെ ലിനിയർ ആവാൻ പോകുന്നില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് നാട്ടിലേക്ക് തിരിച്ചു വരും, നാട്ടിൽ വന്നു കഴിയുമ്പോൾ മനസ്സിലാവും അവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ച് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകും. വേറെ ചില ആളുകൾ ഒരു 5 വർഷത്തേക്ക് വേറെ എവിടെയെങ്കിലും പോയി പെട്ടെന്ന് കുറച്ച് പൈസ ഉണ്ടാക്കി തിരിച്ചു വരാമെന്ന് കരുതി പോകുന്നതായിരിക്കും. അവർ വിചാരിക്കുന്നതിൻ്റെ 5 ഇരട്ടിയോ 10 ഇരട്ടിയോ വർഷമായിരിക്കും ചിലപ്പോൾ അവരവിടെ പോയി താമസിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിനെ അക്നോളജ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു റിയാലിറ്റിയെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റിംഗ് തീരുമാനങ്ങൾ എടുക്കാൻ. ലൈഫ് ഒരിക്കലും ലിനിയർ ആയിരിക്കില്ല എന്നുള്ള ആ ഒരു സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം ഫ്ലെക്സിബിൾ ആയിരിക്കുന്ന സമയത്ത്, ടാക്സ് എഫിഷ്യൻ്റ് ആയിരിക്കുന്ന സമയത്ത്, ജോഗ്രഫിക്കലി ഡൈവേഴ്സ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ആ കൺഫ്യൂഷനൊക്കെ മാനേജബിൾ ആയിട്ട് നമുക്ക് തോന്നും. അങ്ങനെ അല്ല എങ്കിൽ ആ കൺഫ്യൂഷൻ എല്ലാം സ്ട്രെസ്ഫുൾ ആയിട്ടായിരിക്കും മാറാൻ പോകുന്നത്, അതല്ലെങ്കിൽ ഹ്യൂജ് ഫൈനാൻഷ്യൽ ലോസിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അതൊരു ഹ്യൂജ് ആങ്സൈറ്റിയിലേക്ക് അവസാനം ചെന്നെത്തുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇന്ന് കൺഫ്യൂസ്ഡ് ആണ് എങ്കിൽ അത് കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. നിങ്ങളുടെ എൻറ്റയർ ഫ്യൂച്ചർ നിങ്ങൾ ഇന്ന് തന്നെ ഇരുന്ന് സോൾവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മുന്നോട്ടെടുക്കാൻ പോകുന്ന തീരുമാനങ്ങളിൽ ഈ ഒരു അൺസർട്ടനിറ്റി ഇല്ല എന്ന് കരുതി എടുക്കുന്ന ഡിസിഷൻസ് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന നമ്മുടെ ഓരോ ഫിനാൻഷ്യൽ ഡിസിഷനും എങ്ങനെ വേണം? നമ്മൾ ഭാവിയിൽ ഏത് ഡയറക്ഷൻ ചൂസ് ചെയ്താലും, അത് ഇവിടെ നിൽക്കുന്നതാണെങ്കിലും നാട്ടിൽ പോകുന്നതാണെങ്കിലും വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകുന്നതാണ് എങ്കിലും നമ്മൾ ഒരിക്കലും ട്രാപ്ഡായി ഫീൽ ചെയ്യാൻ പാടില്ല. ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പീനലൈസ്ഡ് ഫീൽ നമുക്ക് വരാൻ പാടില്ല. അതല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് റിഗ്രറ്റും വരാൻ പാടില്ല.
ഇന്ത്യയുടെ ലോങ് ടേം സ്റ്റോറിയിൽ നിങ്ങൾ ബിലീവ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ അത് നമ്മുടെ മുന്നോട്ട് വരാൻ പോകുന്ന തീരുമാനങ്ങളുടെ അൺസർട്ടനിറ്റിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് വേണം എന്ന് മാത്രം. നിങ്ങൾ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പോകുന്നത് എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പം തന്നെ കണ്ടുപിടിക്കണം നിർബന്ധമൊന്നുമില്ല. ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാതിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ചില NRIs യൂസ് ചെയ്യുന്ന ഫ്ലെക്സിബിൾ ആയിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ബിലോങ് എന്ന പ്ലാറ്റ്ഫോമിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അതിനെപ്പറ്റി കൂടുതൽ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക. ചേരുന്നതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇവിടെ ഒരു അർജൻസി ഇല്ല. നിങ്ങളുടെ ഓപ്ഷൻസ് എല്ലാം ഓപ്പൺ ആയിട്ട് മുന്നിൽ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും കീ ആയിട്ടുള്ള കാര്യം. റെഡി ആവുന്നതിന് മുമ്പേ ടോട്ടലി ലോക്ക്ഡ് ആയിട്ട് നമ്മളെ തന്നെ വെക്കാതിരിക്കുക. അത് മാത്രമല്ല, ചില NRIസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ എബ്രോഡാണോ ജീവിക്കുന്നത്, നാട്ടിലാണോ ജീവിക്കാൻ പോകുന്നത് എന്നുള്ള തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കുന്നതിനേക്കാളും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭാവിയിൽ ഇതിലേത് തീരുമാനിച്ചാലും അതിനൊക്കെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും. സിംപ്ലി പറഞ്ഞാൽ രണ്ടിനും വേണ്ടി പ്രിപ്പയർ ആയിരിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ ബിലോങ്ങിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.